ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മോട്ടോ ബ്ലിറ്റ്സ്. ഇത് ഡോമിനാറിൻ്റെ ഒരു ലോങ് ടേം റിവ്യൂ വീഡിയോ ആണ്. ഡോം ഓൺ ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷമാവുന്നു. ഇപ്പോൾ ഒരു 27,000 കിലോമീറ്റേഴ്സ് വണ്ടി കവർ ചെയ്തു. എനിക്ക് വണ്ടി തോന്നിയിട്ടുള്ള പോരായ്മകളും വണ്ടിയിൽ ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സും കിട്ടിയ പണികളും ഓവറോൾ ഒരു ഓഫ് റോഡ്, ഹൈവേ, സിറ്റി, ലോക്കലി അങ്ങനെയൊക്കെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസുമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡോമിനാറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവും. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ അല്ല ഞങ്ങളുടെ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് ഞങ്ങൾക്ക് ഇനിയും പുതിയ വീഡിയോസ് ചെയ്യാൻ മോട്ടിവേഷൻ ആയിരിക്കും. വണ്ടിയുടെ ഇഷ്യൂസിൻ്റെ കുറിച്ചൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു. അത് ചാനലിലുണ്ട്. ജസ്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. എനിക്ക് ഡോമിനാറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ പവർ ഡെലിവറി തന്നെയാണ്. നല്ല ലീനിയർ ആയിട്ടുള്ളൊരു പവർ ബാൻഡാണ് വണ്ടിക്ക് വരുന്നത്. 0 to 100 ഒക്കെ ഒരു 8 സെക്കൻഡ്സിൽ തന്നെ വണ്ടി പുട്ട് പോലെ കവർ ചെയ്യും. തേർഡ് ഗിയറിൽ തന്നെ 100+ കിലോമീറ്റേഴ്സ് വണ്ടി എത്തും. ഒരു 5th ഗിയറിലൊക്കെ നമുക്ക് 150+ പോകാൻ പറ്റും. 5th ഗിയറിൽ തന്നെ 150+ ഒക്കെ കൂളായിട്ട് വണ്ടി പോകും. എന്നാൽ തന്നെ പിന്നെയും ഒരു ഗിയറും കൂടെ നമുക്ക് മിച്ചമുണ്ട്. ഞാനിതിലൊരു 160 വരെയൊക്കെ പോയിട്ടുണ്ട്. എല്ലാ ഡോമിനാറും ഒരു 170 വരെയൊക്കെ പുട്ട് പോലെ കയറുന്നതാണ്. പിന്നെ ECU ഫ്ലാഷ് ചെയ്ത വണ്ടികളൊക്കെ കുറച്ചും കൂടെയൊക്കെ പുഷ് ചെയ്യും. എൻ്റെ ഫ്രണ്ട്സിൻ്റെ വണ്ടിയൊക്കെ 180+ വരെയൊക്കെ പോകുന്ന വണ്ടികളുണ്ട്. സോ ഹൈവേയിലാണ് വണ്ടിയുടെ ഏറ്റവും നല്ലൊരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. ഒരു 120, 110 സുഖമായിട്ട് നമുക്ക് വണ്ടിയിൽ ക്രൂയിസ് ചെയ്യാം. ഒട്ടും സ്ട്രെസ് ഇല്ലാണ്ട് തന്നെ വണ്ടിക്ക് ഒരു രീതിയിലുള്ള എഫേർട്ടും കൊടുക്കാതെ തന്നെ വണ്ടി നല്ല സ്മൂത്തായിട്ട് നമുക്ക് കവർ ചെയ്യാം. ഇപ്പോൾ ഇൻ്റർസ്റ്റേറ്റ് ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് ഹൈവേയിലൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് നമുക്ക് കിലോമീറ്റേഴ്സ് കവർ ചെയ്യാം. സോ അത് ഡോമിനാറിൽ എനിക്ക് തോന്നിയ ഏറ്റവും നല്ലൊരു ഫീച്ചറാണ്, ഒരു ഹൈലൈറ്റാണത്. പിന്നെ ബ്രേക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ബ്രേക്സ് ആണ് വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് അടിപൊളിയാണ്. നല്ല ബൈറ്റ് ഉണ്ട് വണ്ടിക്ക്. ഒട്ടും തന്നെ വണ്ടി നല്ല രീതിയിൽ നമുക്ക് പുഷ് ചെയ്യാനായിട്ട് കോൺഫിഡൻസ് തരുന്നുണ്ട്. നമുക്കൊരു കുറഞ്ഞ ഡിസ്റ്റൻസിൽ തന്നെ, ഒരു സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൽ തന്നെ വണ്ടി നമുക്ക് നിർത്താൻ സാധിക്കും. ഇൻ കേസ് ഓഫ് എ പാനിക് ബ്രേക്കിംഗ് ആണെങ്കിലും ABS ഒക്കെ നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. പിന്നെ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ സ്വാഭാവികമായിട്ട് ABS പണി തരുന്ന പോലത്തെ ഇഷ്യൂസ് എനിക്കും കിട്ടിയിട്ടുണ്ട്. സോ അത് എപ്പോഴും നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. അടുത്ത് ഫ്രണ്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് ഡോമിനാറിൽ എന്ന് മാത്രമല്ല മറ്റു വണ്ടികളിലും അതേ ഒരു ഇഷ്യൂ ABSൻ്റെ ഭാഗത്തുനിന്ന് കിട്ടാറുണ്ട്. ഹൈവേസ് ആണ് വണ്ടിയുടെ സ്വീറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞല്ലോ. ഒരു 4,000, 5,000 RPM ഒക്കെ അത് കഴിയുമ്പോഴത്തേക്കുമാണ് വണ്ടിയുടെ ഒരു റിയൽ പവർ അല്ലെങ്കിൽ ഒരു സ്മൂത്ത് പവർ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു 5th, 6th പോകാൻ ലോക്കൽ റോഡ്സിൽ ഭയങ്കര പാടാണ്. കാരണം നമുക്കൊരു 70, 65 എബോവ് ഒക്കെ എങ്കിലും കീപ്പ് ചെയ്താൽ മാത്രമേ വണ്ടി അത്യാവശ്യം സ്മൂത്തായിട്ട് നിൽക്കും. സോ ലോക്കൽ റോഡ്സിലൊക്കെ ആ ഒരു സ്പീഡിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറയുന്നത് അത്ര പ്രായോഗികമല്ല. എന്നാലും ഹൈവേസിൽ കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് ഡോമിനാർ എടുക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഡോമിനാർ ആദ്യമായിട്ട് ഓടിക്കുന്ന ആളാണെങ്കിൽ വെരി ഫസ്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് വണ്ടിയുടെ വെയിറ്റും ബൾക്കിനെസ്സും തന്നെയായിരിക്കും. കാരണം വണ്ടി അത്യാവശ്യം വെയിറ്റുള്ള, വിത്ത് പെട്രോൾ ഒരു 200 kg+ ഒക്കെ വണ്ടി വരും. സോ ആദ്യം അതൊരു ബുദ്ധിമുട്ടാണെങ്കിലും പിന്നീട് അത് നമുക്ക് യൂസ്ഡ് ആയിക്കോളും. അത് കാരണം നമുക്ക് വണ്ടിക്ക് ഒരു ബിഗ് ബൈക്ക് ഫീൽ തന്നെ കിട്ടുന്നുണ്ട്. ഒരു ബിഗ് ബൈക്ക് ഓൺ ചെയ്യുന്ന ഒരു ഗുഡ് ഫീൽ നമുക്ക് കിട്ടും. പിന്നെ ഓഫ് റോഡ് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. ഞാൻ ഈ വണ്ടി ഓഫ് റോഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾക്കൊരു 5.8 ഫീറ്റിനൊക്കെ താഴെ ഉള്ളവരാണ് ഓഫ് റോഡ് പോകുമ്പോൾ ഒരുപാട് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ അത് എബോവ് ഒക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് മാനേജ് ചെയ്യാം. പിന്നെ കുറച്ച് ഓഫ് റോഡ് ഡുവൽ പർപ്പസ് ടയേഴ്സും കൂടെ ഒക്കെ യൂസ് ചെയ്താൽ മതി. നോർമൽ യൂസിന് ഹൈറ്റ് ഒരു ഇഷ്യൂ അല്ല. എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിട്ട് ബാക്കിലേക്ക് എടുക്കുമ്പോൾ മാത്രമേ അതൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അതൊക്കെ പിന്നെ യൂസ്ഡ് ആയിക്കോളും. സിറ്റിയിലാണെങ്കിൽ അത്യാവശ്യമൊക്കെ ഫ്ലിക്ക് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ചെറിയ ബൈക്സ് പോകുന്ന പോലെ ഒന്നും അങ്ങനെ കാറിൻ്റെ ഇടയ്ക്കൂടെ ഒന്നും നമുക്കങ്ങനെ സിറ്റി ട്രാഫിക്ക് പറ്റില്ല. പിന്നെ ഈ ഹാൻഡിൽ ബാറും മിറേഴ്സൊന്നും മറ്റു വണ്ടികളുടെ മിറേഴ്സിൽ തട്ടാണ്ടൊക്കെ നോക്കണം. വണ്ടി കുറച്ചും കൂടെ പുറത്തേക്ക് തള്ളിയാണ് ഈ മിറേഴ്സും ഹാൻഡിൽ ബാറും ഒക്കെ ഇരിക്കുന്നത്. സോ അത് എപ്പോഴും നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് നല്ല പൈസ പോവും. പിന്നെ സിറ്റിയിലൊക്കെ ചൂടാവുന്ന ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അത്ര ഓവർ ഹീറ്റിംഗ്, ഒരു 400 cc ചൂടാവുന്ന പോലെ ഒന്നുമില്ല. ഡ്യൂക്ക് RC അങ്ങനത്തെ വണ്ടികളൊക്കെ ചൂടാവുന്ന പോലെ ഭയങ്കരമായിട്ട് റേഡിയേറ്റർ ഫാൻ സൗണ്ട് ഉണ്ടാക്കി നമ്മളങ്ങനെ നാണം കെടുത്തുന്ന ഒരവസ്ഥയൊന്നും ഇതിൽ നിന്ന് ഡോമിനാറിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഡോമിനാറിൻ്റെ റേഡിയേറ്റർ ഫാൻ വരുന്ന 2 ചെറിയ ഫാനാണ്. ഇപ്പോൾ ഡ്യൂക്കും RCക്കൊക്കെ വരുന്നത് വലിയ ഒരു ഫാനാണ്. സോ ആ ഒരു സൗണ്ട് ഡിഫറൻസ് ഡോമിനാറിൻ്റെ റേഡിയേറ്ററിനുണ്ട്. പിന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് സിറ്റി ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണെങ്കിൽ ഈ റേഡിയേറ്റർ തന്നെ ഓണാവും, അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിറ്റിയിൽ എനിക്കൊരു 26 ബിലോ ആണ് കിട്ടുന്നത്. ലോക്കലി ഒരു 30, 32 ഒക്കെ കിട്ടും. ഹൈവേയിൽ 35, 36 വരെയൊക്കെ കിട്ടാറുണ്ട്. പ്രീമിയം ഒക്കെ അടിച്ചാൽ കുറച്ചും കൂടെ
മൈലേജ് കിട്ടുന്നതാണ്. സർവീസ് കോസ്റ്റ് ആണെങ്കിലും റീസണബിൾ ആണ്. ഒരു വിത്ത് ഓയിൽ ചേഞ്ച് ഒരു പെയ്ഡ് സർവീസൊക്കെ ഒരു 4K ബില് വരുന്നുള്ളൂ. പിന്നെ നമ്മൾ മാറുന്ന പാർട്സിൻ്റെയൊക്കെ റേറ്റ് പോലെ ആയിരിക്കും ടോട്ടൽ എമൗണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ഇഷ്യൂ ആണ് മിസ്സിങ് ഉണ്ടോ, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ എന്ന്. എനിക്ക് അങ്ങനെ മിസ്സിങ് ഒന്നുമില്ല. ആദ്യം വണ്ടി എടുത്ത കാലങ്ങളിൽ കുറച്ച് മിസ്സിങ്ങിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതങ്ങ് സോൾവ് ആയി. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു എൻ്റെ ഒരു ഡോമിനാറുമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. ഓവറോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ ഒരു പർപ്പസ് ഈ വണ്ടി സെർവ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഞാൻ ഉദ്ദേശിച്ച പോലത്തെ പവർ ഡെലിവറിയും എനിക്കിഷ്ടമുള്ള രീതിയിലൊക്കെ ഈ വണ്ടി എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഒരു ഔട്ട് ഓഫ് 10 ഈ വണ്ടി റേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ ഞാനൊരു 8 കൊടുക്കും. 2 പോയിന്റ് കുറച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ കുറച്ച് വൈബ്രേഷൻ ഇഷ്യൂസ്, പിന്നെ ചില പാർട്സിൻ്റെ ചില ക്വാളിറ്റി ഇഷ്യൂസ്, അതൊക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് കോമൺ ഇഷ്യൂസിൻ്റെ ഒക്കെ കാര്യം, അതിനൊക്കെ വേണ്ടിയിട്ടാണ് 2 പോയിന്റ് കുറച്ച്. പക്ഷേ അല്ലാത്ത പക്ഷം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു എൻ്റെ ഒരു ഡോമിനാറിൻ്റെ എക്സ്പീരിയൻസ്. ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻസിൽ ചോദിക്കാം, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.